ബി പോസിറ്റീവിലേക്ക് തിരികെ. ഇന്ന് ബി പോസിറ്റീവിൽ നമുക്കൊപ്പം ഒരു അതിഥിയുണ്ട്. കേരളത്തിലെ ആദിവാസികൾക്കൊപ്പം പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രവർത്തക ധന്യരാമൻ. ശ്രീമതി ധന്യരാമൻ, ബി പോസിറ്റീവിലേക്ക് സ്വാഗതം. ഒരു സാമൂഹ്യ പ്രവർത്തക, അതിലുപരി ആദിവാസികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തക, എങ്ങനെയായിരുന്നു ഈ രംഗത്തേക്കുള്ള ഒരു കടന്നുവരവ്? കാസർഗോഡാണ് എൻ്റെ വീട്, കള്ളാറ്. ഞാൻ ദളിത് നേതാവ് പി കെ രാമൻ്റെയും യശോദാരാമൻ്റെയും മകളാണ്. ഒറ്റ കുട്ടിയേ ഉള്ളൂ ഞാൻ. ഇപ്പോൾ ഞാൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് കോവളത്താണ്, തിരുവനന്തപുരം കോവളത്താണ്. ഇവിടെ ഞാൻ സെറ്റിലായിട്ട് 7 കൊല്ലമായി. ഞാൻ വളരെ കുഞ്ഞു നാളിലായിരിക്കുമ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ ധാരാളം ആളുകൾ വരാറുണ്ട്. എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഒരുപാട് ദളിതരും ആദിവാസികളും വരാറുണ്ട്. അപ്പോൾ അച്ഛൻ ദളിത് നേതാവായിരുന്നു. അപ്പോൾ ഞാൻ അത് കണ്ടാണ് വളർന്നത്. പിന്നെ കുറേ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മാവലൻ സമുദായത്തിൽ പെട്ടിട്ടുണ്ടായിരുന്ന ഒരു തെയ്യം കലാകാരൻ, അയാളുടെ ഭൂമി അടുത്തുള്ള വീട്ടുകാരൻ കയ്യേറി, ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആൾ കയ്യേറി. അപ്പോൾ ഈ ആദിവാസിയായിട്ടുള്ള ഇയാളിത് ചോദ്യം ചെയ്തപ്പോൾ അയാൾക്ക് അടിച്ചു കൊന്നു അയാളെ. അപ്പോൾ അയാളുടെ ഭാര്യയും 2 മക്കളും എൻ്റെ വീട്ടിൽ വന്ന് കരഞ്ഞ ആ ഒരു രംഗം എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ ചെറുപ്പത്തൊട്ടിൽ ഞാൻ നഴ്സറി ഒന്നും പോയിട്ടില്ല. 4 വയസ്സുള്ളപ്പോൾ നേരിട്ട് 1-ാം ക്ലാസ്സിലാണ് പോയത്. അപ്പോൾ നന്നായിട്ട് അക്ഷരങ്ങളൊക്കെ എഴുതാൻ പഠിച്ചു. അപ്പോൾ എൻ്റെ വീട്ടിൽ ഒരുപാട് ആളുകൾ വരുന്ന സമയത്ത് അവർക്കുള്ള നിവേദനങ്ങളൊക്കെ ഞാനാണ് എഴുതാറ്. അച്ഛൻ എന്നെ കൊണ്ട് എഴുതിക്കും അതൊക്കെ. അങ്ങനെ ശരിക്കും ചെറുപ്പം മുതലേ ഇവരെ കണ്ട് ഇവരോടൊപ്പം പ്രവർത്തിച്ചു വന്ന ഒരു അനുഭവമാണ് ഈ രംഗത്തേക്ക്. അതെ അതെ. അതിനുശേഷം പിന്നെ വിദ്യാഭ്യാസം അത് കഴിഞ്ഞ് ഞാൻ ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂൾ, നെഹ്റു കോളേജ് കാഞ്ഞങ്ങാട്, കൂത്തുപറമ്പ് നിർമ്മലേരി കോളേജ്. പിന്നെ ഞാൻ കമ്പനി സെക്രട്ടറിഷിപ്പ് പ്രൊഫഷണൽ ഡിഗ്രിയും ചേർന്നു. പക്ഷേ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കല്യാണം കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്തു. പഠിച്ച ശേഷം ഇപ്പോൾ തിരുവനന്തപുരത്ത് വന്നിട്ട് 7 കൊല്ലമായില്ല. ഇപ്പം ഈ മേഖലയിൽ ഞാൻ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ആദിവാസി വിഭാഗം എന്ന് പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന, മണ്ണിൻ്റെ മക്കളാണെങ്കിൽ പോലും പലപ്പോഴും അവരുടെ മണ്ണിൽ നിന്ന് പോലും പുറത്താക്കപ്പെടുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. ഇവരുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ആ ഒരു അനുഭവത്തെ എങ്ങനെയാണ് നോക്കിക്കാണും? നമുക്ക് ഇപ്പം എന്താണ്, ഒരു പ്രാവശ്യം നമ്മളിപ്പം ഒരു സെറ്റിൽമെൻറ്റിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ നമുക്കതൊന്ന് തിരിച്ചു കയറാൻ പറ്റൂല. അത് അങ്ങനെയാണ്. നമ്മൾ അത് കണ്ട് അവരോട് അടുത്ത് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും നമ്മൾ അവർക്ക് ഒരു കൈ കൊടുത്ത് അവരെ സഹായിക്കാനേ നമ്മൾ നോക്കുകയുള്ളൂ. അവരോട് അടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തോന്നുള്ളൂ. കാരണം അത്രയും ദുരിതം ഇന്നും ആദിവാസി വിഭാഗം അനുഭവിക്കുന്നുണ്ട്. നീതിയായാലും നിയമമായാലും പുറത്തുനിന്നുള്ള ചൂഷണമൊക്കെ ഇപ്പം കുറേ മാധ്യമ ശ്രദ്ധ കിട്ടാൻ തുടങ്ങിയതോടുകൂടി കുറച്ചൊരു മാറ്റം വന്നിട്ടുണ്ട് അതിന്. പക്ഷെ മാധ്യമ ശ്രദ്ധ കിട്ടുന്നുണ്ടെങ്കിൽ പോലും അതിനൊരു മാറ്റം വന്നിട്ടുണ്ടാവും. പക്ഷേ ഇവരുടെ ജീവിത അവസ്ഥയെക്കുറിച്ചോ അവർ നേരിടുന്ന പ്രശ്നങ്ങൾക്കോ അതിനെന്തെങ്കിലും ഒരു അറുതി വരുത്താൻ ഏതെങ്കിലും തരത്തിൽ അത് പൂർണ്ണമായിട്ടും അത് ചെയ്യണമെങ്കിൽ പിന്നെ അവർക്ക് ഭൂമി കൊടുക്കണം. ബേസിക് നീഡ്സ്, അവരുടെ ഭൂമി, വീട്, ഫുഡ് കഴിക്കാനുള്ള, ആഹാരം കഴിക്കാനുള്ള സാഹചര്യം, വിദ്യാഭ്യാസം, ഇത് മാത്രം ഇത് നമുക്ക് നേരത്തെ സാധ്യമാവുമായിരുന്നു. കാരണം 1975 ഈ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് രൂപീകരിക്കുന്നത്. ഇപ്പോൾ ഇത്രയും വർഷമായില്ലേ, 38 വർഷമായില്ലേ. ഇതുവരെ ആയിട്ടും ആ 38 വർഷം കൊണ്ട് 38 കാര്യങ്ങൾ ചെയ്താൽ മതിയായിരുന്നു. അല്ലെങ്കിൽ ഒരു 5 കാര്യമെങ്കിലും ചെയ്തിരുന്നെങ്കിൽ അവർക്ക് ഭൂമിയും വീടും എഡ്യൂക്കേഷനും എങ്കിലും കൊടുത്താൽ മതിയായിരുന്നു. എന്നാൽ അതിന് ഒരു എത്ര മാറ്റം വന്നിരുന്നേനെ. അപ്പോൾ ഇത്രയും കാലമായിട്ട് അതൊന്നും നടന്നിട്ടില്ല. സത്യത്തിൽ നമ്മുടെ ഭരണകൂടം ഇവരെ യഥാർത്ഥത്തിൽ പേടിക്കുന്നുണ്ടോ? അത് എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും ആനുകൂല്യങ്ങൾ, അതിപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ആയിക്കോട്ടെ സംസ്ഥാന സർക്കാരിൻ്റെ ആയിക്കോട്ടെ ഒരുപാട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്, പക്ഷേ ഇതൊന്നും ഇവരിലേക്ക് എത്തുന്നില്ല. പക്ഷെ അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊന്നും സ്വീകരിക്കാൻ ആദിവാസി വിഭാഗം തയ്യാറില്ല. അത് വെറുതെ പറയുന്ന ആദിവാസി വിഭാഗത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവരെ കരുവാക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് എപ്പോഴും അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ പോയിടത്തൊക്കെ ഇപ്പം ഒരു തലമുറ, കുറച്ച് വയസ്സായിട്ടുള്ളവർക്ക് ഈ പുതിയ കാര്യങ്ങളോട് യോജിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഇപ്പം വളർന്നു വരുന്ന കുട്ടികൾ എന്താണ്, അവർക്ക് സമൂഹത്തിനൊപ്പം ഈ മാറ്റം വരാൻ ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. പഠിക്കാനും ജോലി വേണമെന്നും എല്ലാം ആഗ്രഹിക്കുന്ന, നന്നായി ജീവിക്കണമെന്നും ആഗ്രഹിക്കുന്ന കൂട്ടർ തന്നെയാണ് അവരും. അതും അവരെ സംസ്കാരത്തെ നിലനിർത്തിക്കൊണ്ട് നമുക്കെല്ലാവർക്കും, ഞാൻ കാസർഗോഡാണ്, എൻ്റെ സമുദായത്തിൽ ഞങ്ങൾക്ക് ചില പ്രത്യേക ചിട്ടകളും നിഷ്ഠകളൊക്കെ ഉണ്ട്. എല്ലാ കൊല്ലവും തെയ്യം കഴിപ്പിക്കാറുണ്ട്. അത് ഞങ്ങളുടെ സമുദായ തെയ്യം പഞ്ചുരുളി കുറകജൻ, അതാണ്. അപ്പോൾ അത് ഞങ്ങൾ കഴിപ്പിക്കാറുണ്ട്. ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും, ഞങ്ങൾക്ക് പ്രത്യേക ഭാഷയുണ്ട്. വീട്ടിൽ സംസാരിക്കുന്ന തുളുവാണ്, അതിന് ലിപിയില്ല. ഞങ്ങൾക്ക് പ്രത്യേക കുലത്തൊഴിലുണ്ട്. ഞങ്ങൾ പ്രത്യേക കല്യാണത്തിനൊക്കെ പ്രത്യേക ചടങ്ങാണ്.
അപ്പോൾ ഞങ്ങളുടെ സമുദായം നൽകതായാണ്. അപ്പോൾ പ്രത്യേക നൃത്തരൂപങ്ങൾ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഇത് ഇപ്പം ഞാനും അത് പാലിക്കുന്നുണ്ട്. ഞാൻ കാസർഗോഡ് വിട്ട് തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാലും എൻ്റെ സമുദായത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പാലിക്കുന്നുണ്ട്, ഇപ്പോഴും പാലിക്കുന്നുണ്ട്. ഇത് നിന്ന് പോകാതിരിക്കാനായിട്ട് ഞങ്ങൾക്ക് ഈ തുളു സോങ്സും, ഞാൻ വളർന്നത് തന്നെ ട്രൈബൽ സോങ്സ് ഒക്കെ കേട്ടാണ് ഞാൻ വളർന്നത്. എൻ്റെ അമ്മൂമ്മ കുഞ്ഞുനാളിൽ എനിക്ക് 17 കസിൻസ് ഉണ്ട്. നമ്മളെല്ലാവരും അമ്മൂമ്മ പാടിത്തന്ന ഒരു പാട്ട് ഞാൻ പാടിത്തരാം. അത് ട്രൈബൽ സോങ് ആണ്. അതായത് ട്രൈബ്സിൻ്റെ കുട്ടികൾ മെച്ചൂർഡ് ആവുന്ന സമയത്ത് അവർ പാടുന്ന ഒരു പാട്ടാണത്. എള്ളുള്ളേരി എള്ളുള്ളേരി മാണി നങ്കര്, എള്ളുള്ളേരി എള്ളുള്ളേരി കുമരി നങ്കര്, എള്ളുള്ളേരി എള്ളുള്ളേരി മാണി നങ്കര്, എള്ളുള്ളേരി എള്ളുള്ളേരി കുമരി നങ്കര്, മാണി നങ്കര് തൊഗാട്ടി കുമരി നങ്കര്, മാണി നങ്കര് തൊഗാട്ടി കുമരി നങ്കര്, എണ്ണെ കൊണ്ടുവാ മഞ്ചൾ കൊണ്ടുവാ മാണി നങ്കർക്ക്, എണ്ണെ കൊണ്ടുവാ മഞ്ചൾ കൊണ്ടുവാ മാണി നങ്കർക്ക്. ഇതുപോലെ തന്നെ ഈ ട്രൈബ്സിന്റെ ഇടയ്ക്കുള്ള ഭാഷകളും ഭയങ്കര വെറൈറ്റി അല്ലേ? ഓരോ വിഭാഗം എല്ലാവർക്കും സെപ്പറേറ്റ് അവരുടേതായിട്ടുള്ള ഭാഷയും ഒക്കെ ഉണ്ട്. ആഘോഷങ്ങളും ആചാരങ്ങളൊക്കെ അവർക്ക് എല്ലാ ഗ്രൂപ്പ്സിനും വേറെ വേറെ തന്നെയാണ്. ശരിക്കും കേരളത്തിലെ എത്ര ആദിവാസി വിഭാഗങ്ങളുണ്ട് എന്ന് കണക്കുകൾ അനുസരിച്ചിട്ട് ഇപ്പൊ 36 ഗ്രൂപ്പ്സ് ഉണ്ട്. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ കാസർഗോഡിലാണ് മറാഠി നേരത്തെ ട്രൈബായിരുന്നു. ഇപ്പൊ അവരെ മറാഠി വിഭാഗത്തിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. മറാഠികൾക്ക് പ്രത്യേക ഭാഷയും ഇതൊക്കെ ഉള്ളവരാണ്. മൂക്കൊക്കെ കുത്തി പ്രത്യേക പൂക്കളൊക്കെ വെച്ച് പ്രത്യേക ഭാഷയൊക്കെ ഉള്ളവരാണ് മറാഠികളും. ഇപ്പോൾ അവരെ വീണ്ടും ട്രൈബ്സിൽ ഉൾപ്പെടുത്തണം എന്നുള്ള പ്രപ്പോസലൊക്കെ പോയിട്ടുണ്ട്. 36 ഗ്രൂപ്പ്സിനും 36 ലാംഗ്വേജസും ആചാരങ്ങളും എല്ലാവർക്കും വേറെ വേറെ തന്നെയാണ്. ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വ്യാപിച്ചു കിടക്കുന്ന ഇവരുടെ ഇടയിലൊക്കെ പോയി നേരിട്ട് ചെന്ന് പ്രവർത്തിക്കുന്ന ഒരു രീതി അല്ലേ? തീർച്ചയായിട്ടാണ്. അപ്പോൾ ഞാൻ എന്ന് വെച്ചാൽ നമ്മൾ പോകുമ്പോൾ പുറത്തുനിന്നുള്ളൊരു അവർക്ക് നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് ധൈര്യമാണ് ആദ്യം കൊടുക്കുന്നത്. ഞാൻ എങ്ങനെ നിങ്ങളുടെ അടുത്ത് ഒരുപക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർക്ക് പേടിയാവുന്നുണ്ടാവും. പുറത്തൊന്നും ഒരാൾ അവിടെ ചെല്ലുക എന്ന് പറഞ്ഞാൽ അവരെ തീർച്ചയായും ചൂഷണം ചെയ്യാനുള്ളതായിരിക്കും എന്നൊരു മെന്റാലിറ്റി ആയിരിക്കും സ്വാഭാവികമായിട്ട് അവരിൽ ഉണ്ടാവുക. എങ്ങനെ നമ്മളിങ്ങനെ ചെല്ലുമ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണോ ഉണ്ടാവാറ്? തീർച്ചയായിട്ടും. എന്നെ ഇതുവരെ ആദിവാസികൾ നന്നായിട്ട് ആ സ്നേഹം അനുഭവിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായെന്നേ ഞാൻ പറയുള്ളൂ. ഞാൻ സെറ്റിൽമെൻറ്റിൽ പോകുന്നത് വെച്ചാൽ ആദ്യമേ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിനെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെയും അറിയിച്ചിട്ട് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് എല്ലാവരെയും കൂടെ അവിടെ ഒരുമിച്ച് കൂട്ടി ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എന്നെക്കൊണ്ട് കഴിയാവുന്നത്ര വകുപ്പുകളെയും കൊണ്ടാണ് പോകാറ്. പോലീസും ഫോറസ്റ്റും എക്സൈസും എഡ്യൂക്കേഷൻ ഹെൽത്ത് എല്ലാവരും തന്നെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇവരൊക്കെ കൊണ്ട് പോയി അവിടെ ഓപ്പൺ ഡിസ്കഷൻ നടത്തിയിട്ട് അവർക്കുള്ള ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ് അതിന് പറ്റാവുന്നത്ര ബോധം കൊടുക്കാറുണ്ട്. പിന്നെ ഒരു പ്രാവശ്യമല്ല, പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കാറുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്തെ കാര്യം പറയുമെങ്കിൽ തന്നെ ഓരോ സെറ്റിൽമെൻറ്റുകളിലും ഞാൻ 30 പ്രാവശ്യം വനിതാസിൽ DYSP ഉഷാകുമാരി മഠത്തിന് കൂടെ മാത്രം പോയിട്ടുള്ള സെറ്റിൽമെൻറ്റുകളുണ്ട്. പിന്നെ ബാക്കി നെടുമങ്ങാട് DYSP അങ്ങനെ ലോക്കലായിട്ടുള്ള മറ്റ് റൂറൽ പോലീസുകാരൊക്കെ കൂടെ വരാറുണ്ട്. അപ്പം നമ്മൾ മറ്റു ഉദ്യോഗസ്ഥരും പോകുന്നവരൊക്കെ കൂടിയിട്ട് അവർ ഓരോ പ്രാവശ്യം പോകുമ്പോഴും നമ്മൾ അവർക്ക് പുറത്ത് നമ്മൾ ചലനാത്മകമായ സമൂഹത്തിൽ ജീവിക്കുന്ന അപ്പോൾ എല്ലാ ഇൻഫർമേഷൻസ് അവർക്ക് കിട്ടുന്നില്ല. അപ്പം നമ്മളെ കൊണ്ട് കഴിയാവുന്നത്ര നമ്മൾ അവരെ ആക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നമ്മളിവരെയൊക്കെ സമീപിക്കുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു സമീപനം അതെങ്ങനെയാണ്? എൻ്റെ അടുത്ത് എന്താ പറയണ്ടത്, ഞാനിതുവരെ വിളിച്ചാൽ ഒരു ഉദ്യോഗസ്ഥരൊക്കെ വരാതിരുന്നിട്ടില്ല. ഞാൻ ജെന്യൂൻ ആയിട്ടുള്ള ആളാണെന്ന് അവർക്കറിയാം. പിന്നെ അവരെ ഭാഗത്ത് ഒരുപാട് വീഴ്ച വന്നു. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുള്ള വീഴ്ച തന്നെയാണ് ഇവർ ഇങ്ങനെ ആവാനുള്ള കാരണം. അപ്പം അവർ നേരം വണ്ണം കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ എത്ര ഫണ്ട് ഈ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് ഫണ്ട് ട്രൈബ്സിനും പഞ്ചായത്തിനും റൂറൽ ഡെവലപ്മെൻറ്റ് ഹെൽത്ത് എല്ലായിടത്തും ഉപയോഗിച്ച് പോകുന്നുണ്ട്. അപ്പോൾ അതാത് വകുപ്പുകൾ ഇപ്പോൾ അട്ടപ്പാടിയിലെ കേസ് തന്നെ എടുത്തോളൂ. ഞാൻ മിഞ്ഞാന്ന് 3 ദിവസം അട്ടപ്പാടിയിലായിരുന്നു. അപ്പോൾ അട്ടപ്പാടിയിൽ പോയി കണ്ടാൽ തന്നെ നമുക്ക് കാര്യം മനസ്സിലാവും. 148 കോടി രൂപയാണ് PVTG പ്രിമിറ്റീവ് ട്രൈബ്സിനുള്ള ഫണ്ടിന് വന്നിട്ടുള്ളത്. അവിടെ കുറുമ്പ എന്ന് പറഞ്ഞൊരു സമുദായം PVTGയിൽ പെട്ടിട്ടുള്ളവരാണ്. ഇതുവരെ ആയിട്ട് കുറുമ്പക്കാർക്ക് അതിൻ്റെ ഒരു ആനുകൂല്യം കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഇത്രയും ഇത് അട്ടപ്പാടി ഇപ്പോൾ ഒരു ഹോട്ട് ഇഷ്യൂ ആയതുകൊണ്ട് ഇപ്പോൾ മാധ്യമ ശ്രദ്ധ വരാൻ തുടങ്ങിയ പിന്നെ ആ PVTG സ്കീമിൻ്റെ ഞാൻ പോയപ്പോൾ കളക്ടറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് കൂടെ ഉണ്ടായിരുന്നു. അവരുടെ അടുത്തുനിന്ന് ഈ പ്രിമിറ്റീവ് ട്രൈബ്സിൻ്റെ ഇത് സ്കീം വെച്ചിട്ട് അവർക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും അതിൻ്റെ പ്രപ്പോസലൊക്കെ അപേക്ഷയായിട്ട് കളക്ടറുടെ അടുത്ത് എഴുതി കൊടുത്തു. ഇനി അത് ഓരോ വകുപ്പിനെ സെപ്പറേറ്റ് ആയിട്ട് ഏൽപ്പിക്കും. ഇനി അടുത്ത മാസം 1 മാസം കഴിയുമ്പോഴത്തേക്ക് ഇതേ എല്ലാ വകുപ്പുകളെയും അവിടെ വിളിച്ച് ചേർത്തിട്ട് എൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യും. അവരെന്താ ചെയ്തിട്ടുള്ളത്, എവിടെയാണ് വീഴ്ച വരുത്തിട്ടുള്ളത്. ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് നമ്മൾ പ്രതികരിക്കുകയും ചെയ്യും.
ഈ ഫണ്ടിന്റെ കാര്യം പറഞ്ഞത് ഞാനും ഇതുപോലെ എവിടെയോ വായിച്ച ഒരു കാര്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇവർക്ക് വേണ്ടി നൽകിയിട്ടുള്ള ഫണ്ടുകൾ മാത്രം എടുത്താൽ ഒരാൾക്ക് കിട്ടുന്ന ഒരു വലിയ തുക കിട്ടുമെന്നുള്ളതാണ്. പക്ഷെ ഇതൊന്നും യഥാർത്ഥ ഉപഭോക്താക്കളിൽ എത്തുന്നില്ല, അവർക്ക് ലഭിക്കുന്നില്ല. ഇത് ശരിക്കും ആരുടെ വീഴ്ചയാണ്? അധികൃതരുടെ ഭാഗത്തു നിന്നോ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നോ, അതോ ഈ പറയപ്പെടുന്നത് പോലെ ഇവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട്? എന്താണ് ഇവിടെ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ? ഞാനും കണ്ടിട്ടുണ്ട് ഇത്ര കോടി ചെലവാക്കിന്ന് ഓരോ ഊരിൽ അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അവിടെ എന്താ പറയേണ്ട, ഒരു റുപ്യേൻ്റെ പോലെ ഒരു കുഴിയാനേൻ്റെ ഒരു കുഴി പോലെ ഞാൻ അവിടെ കാണാത്ത ഊരുകൾ കുറേ ഉണ്ട്. അപ്പോൾ ഈ പൈസ എവിടെയാണ് പോകുന്നത്? ഇവരെ പൈസ കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ അതിൻ്റെ പുറകെ ഉണ്ട്. എന്തായാലും ഇതുവരെ ട്രൈബ്സിൻ്റെ ഫണ്ട് എവിടെ പോയി, ഞാനത് കണക്കെടുത്ത് അവരെ അഡ്രസ്സും ഡീറ്റെയിൽസും കൊടുത്തിട്ട് അവരിന്നും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഞാൻ ചെക്ക് ചെയ്യും. അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആനുകൂല്യം തന്നെയാണോ എന്നുള്ളത് ഞാൻ അതിന്റെ വഴിയെ തന്നെ ഉണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ട്രൈബ്സിന്റെ പേരിൽ ഇവിടെ ഭയങ്കര തട്ടിപ്പാണ് ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ പൈസ ഒക്കെ എവിടെയാ പോയത്? ഇവർക്ക് ഇന്നും സാക്ഷരരെന്ന് പറയുന്നത് ഈ പോട്ടോമാവിൽ തിരുവനന്തപുരത്ത് പോട്ടോമാവിൽ തന്നെ ഞാൻ സാക്ഷരതാ ക്ലാസ് തുടങ്ങാൻ വേണ്ടി 3 കൊല്ലം ഒരു പഞ്ചായത്ത് സെക്രട്ടറിന്റെ കത്ത്, ഞാൻ പോട്ടോമാവിൽ ഒരു 50 പ്രാവശ്യമെങ്കിലും പോയിട്ടുണ്ടാവും. പഞ്ചായത്ത് സെക്രട്ടറിന്റെ കത്ത് ചോദിച്ചിട്ട് പഞ്ചായത്ത് മെമ്പറോട് പറഞ്ഞിട്ട് കുറേ 3 വർഷം ഇതുവരെ ഒരു കത്ത് എനിക്ക് തന്നിട്ടില്ല. അത് കത്ത് തന്നിരുന്നെങ്കിൽ സാക്ഷരതാ മിഷന് കൊടുത്തിട്ട് അവരെ കൊണ്ട് ക്ലാസ് തുടങ്ങിപ്പിക്കാമായിരുന്നു.